പാർട്ടി തീരുമാനം പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിച്ച പാർട്ടി വലിയൊരു ചുമതലയാണ് ഏൽപ്പിക്കുന്നത്. തീർച്ചയായും പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പാർലമെൻറ്റിൽ പരമാവധി കഴിവനുസരിച്ച് പ്രവർത്തിക്കും. വളരെ സന്തോഷം. ഇപ്പോൾ ഈ കാലത്ത് ഏത് തരത്തിൽ അവിടെ പ്രവർത്തിക്കാനാകുമെന്നാണ് ഇപ്പോൾ സന്തോഷ് കുമാറിൻ്റെ സഹപ്രവർത്തകനായി അങ്ങോട്ട് പോവുകയാണ്. തീർച്ചയായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിനേറെ നിർണായകമായ ചുമതല നിറവേറ്റാനുള്ള സന്ദർഭമാണ്. കുറേ കൂടി അനുകൂലമായ ജനാധിപത്യ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. ആ പരമാവധി ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാതിനിധ്യവും കേരളത്തിന് വേണ്ടിയും കൂടുതൽ ഇടപെടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും. സന്തോഷം. ആലോചിച്ചിട്ടില്ല, LDF ആലോചിച്ച് കൊടുക്കും. തീരുമാനിച്ചു. നിലവിൽ കുറച്ചുകൂടി ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കൊക്കെ പ്രാധാന്യം ലഭിക്കുന്ന ഒരു രാജ്യസഭയും പാർലമെന്റും ഒക്കെ ആയിരിക്കും. കുറച്ചുകൂടി ഏക MP ആണ് കേരളത്തിൽ നിലവിൽ. അങ്ങനെയല്ല, ഈ പ്രാവശ്യം ജയിക്കാൻ പറ്റിയിട്ടില്ല, ഒരാളാണ്. എല്ലാ സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്തും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിർണായകമായ സാന്നിധ്യം ഏറ്റവും അനിവാര്യമായ സന്ദർഭമാണ്. അവിടെ പരമാവധി സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിച്ചിട്ടു. CPIയുടെ നേതൃനിരയിലൊക്കെ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത് പ്രായമുള്ള ആളുകളാണ്. പക്ഷേ ഇത് രാജ്യസഭയിലേക്ക് വന്നപ്പോൾ ചെറുപ്പക്കാരനല്ല തൊട്ടടുത്ത് നിൽക്കുന്നത്. അല്ല, എല്ലാ പാർട്ടികളിലും ഈ പ്രവണത ശക്തമാണ്. കേരളത്തിലെ CPM അംഗങ്ങൾ ചെറുപ്പക്കാരാണ്. കോൺഗ്രസിന് അംഗം യുവ അംഗമാണ്. ഇത് യങ്ങസ്റ്റാണ് സഭക്കകത്തില്ല, കേരളത്തിലല്ല. അപ്പോൾ അത് മറ്റ് പാർട്ടികളും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആ പ്രവണതയുണ്ട്. ഒരു പുതിയ കാര്യമായിട്ടല്ല ഇപ്പോൾ വരുന്നത്. നമ്മൾ നേതാക്കന്മാരെ അയക്കുന്നത് മാത്രമേ. ഓക്കെ, സന്തോഷം.